ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് 5 മണിക്ക് എണീക്കും? എണീക്കും. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് റിയാസ് ചെയ്യും. റിയാസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ പ്രാക്ടീസ് ആണല്ലേ അത്? പ്രാക്ടീസാണ് റിയാസ്. അതെല്ലാവരും ചെയ്യുന്നതാണ്. റിയാസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുളിച്ച് റെഡിയായി പിന്നെ സ്കൂളിൽ പോകും. സ്കൂളിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് പിന്നെയും എനിക്ക് പാട്ട് പഠിക്കണം. പാട്ട് പഠിച്ച് കഴിഞ്ഞാൽ ഒരു 5-5:30 ഒക്കെ ആകുമ്പോഴത്തേക്കും മിസ്സ് വരും. മിസ്സ് വന്ന് ഒരു 7 o'clock ഒക്കെ ആകുമ്പോൾ കുറേ പഠിക്കാനുണ്ടാവും. 7 o'clock ഒക്കെ ആകുമ്പോൾ തീരും. അത് കഴിഞ്ഞിട്ട് പിന്നെയും പാട്ട് പഠിക്കണം. ആ പാട്ട് പഠിക്കും. അത് കഴിഞ്ഞിട്ട് കിച്ചൺ നേരം കളിക്കാൻ സമയം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഖുർആൻ ക്ലാസ് ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും കിടന്നു. കളിക്കാൻ സമയം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ ഓൺലൈൻ ഗെയിമാണോ അതോ പുറത്ത് പോയിട്ട് കൂട്ടുകാരുടെ കൂടെ കളിക്കുക എങ്ങനെയാണ്? ഇല്ല, ഓൺലൈൻ ഗെയിമല്ല. ഞാൻ ഇവിടെ എനിക്ക് കിച്ചൺ സെറ്റ് ഉണ്ട്. അതിനകത്ത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ കൊടുക്കും. എന്താ കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം? എന്താ കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് വെച്ചാൽ എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്. പിന്നെ സാധാരണയാണെങ്കിൽ എനിക്ക് ഈ അതിനെന്താ പറയുക, ഈ ഇഡ്ഡലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് അല്ലേ? ഈ ബിരിയാണി ഉമ്മച്ചി ഉണ്ടാക്കുന്ന ബിരിയാണിയാണോ അതോ പുറത്തുനിന്ന് കഴിക്കുന്നതാണോ എങ്ങനത്തെ കൂടുതൽ ഇഷ്ടം? എനിക്ക് ഉമ്മച്ചി ഉണ്ടാക്കുന്നത്, വീട്ടിൽ ഹോം മെയ്ഡ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്തായാലും സ്പെഷ്യാലിറ്റി റൈസ് ഭയങ്കര ഇഷ്ടം. റൈസ് ബിരിയാണി ഇല്ലെങ്കിലും കുഴപ്പമില്ല, റൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം റൈസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, മുംബൈ പോയ സമയത്തും ഫുഡായിരുന്നല്ലേ ഏറ്റവും വലിയ പ്രശ്നം? മുംബൈ പോയപ്പോൾ ഫുഡായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. മറ്റേ ഒരു നീണ്ട എന്തോ അരിയായിരുന്നു. അപ്പോൾ എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. അപ്പം ഞാൻ ഒരു കപ്പിലൊക്കെ കഴിക്കുന്നത് കാരണം എനിക്കിഷ്ടമല്ലായിരുന്നു. ഫുഡ് ഇച്ചിരി ഇതായിരുന്നു. അവിടെ പോയിട്ടുള്ള ഏറ്റവും നല്ല ഓർമ്മകൾ എന്തൊക്കെയാണ്? ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നമായിരുന്നു, എന്നാലും വലിയൊരു വേദിയല്ലേ കിട്ടിയത്. ഇപ്പോൾ ടോപ്പ് സിംഗറിൽ ഇപ്പോൾ ഇവിടെ അത്രയും ഫേമസ് ആയി. ഇനി മുംബൈയിൽ പോയിട്ട് അവിടെ ഇപ്പോൾ നേഹ കക്കർ മാമിൻ്റെ ഒക്കെ കൂടെ നല്ല കിടിലിനായിട്ട് പാട്ടൊക്കെ പാടാൻ പറ്റി. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ നേഹ മാമിനെ കാണാൻ പറ്റിയാലും ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഞാൻ അവിടെ പാടിയ പാട്ടൊക്കെ ഭയങ്കര ഹിറ്റായിട്ടുണ്ട്. അത് മാത്രമല്ല അവിടുത്തെ ക്യാപ്റ്റൻസ് ഒക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. അവിടെ പാടിയൊരു നല്ല പാട്ട് പാടാമോ? അവിടെ പാടിയതാ. ഓക്കെ. ये बचपन का प्यार अगर खो जाएगा, दिल कितना खाली खाली हो जाएगा. ये बचपन का प्यार अगर खो जाएगा, दिल कितना खाली खाली हो जाएगा. तेरे ख्यालों से आबाद करेंगे, तुझे याद करेंगे. जब हम जवां होंगे, जाने कहाँ होंगे, लेकिन जहाँ होंगे वहाँ फरियाद करेंगे, तुझे याद करेंगे. जब हम जवां होंगे. ഇതിൻ്റെയൊക്കെ അർത്ഥം അറിഞ്ഞിട്ടാണോ പാടാറ്? എങ്ങനെ, ആരാ പഠിപ്പിച്ചു തരും ഇതിൻ്റെ അർത്ഥമൊക്കെ? എൻ്റെ പാപ്പയാണ് ഇതൊക്കെ പറഞ്ഞു തരണേ. അർത്ഥവും പാട്ടും ഒക്കെ എനിക്ക് പഠിപ്പിച്ചു തരുന്ന പാപ്പയാണ്. അപ്പോൾ ഫീൽ ചെയ്ത് പാടാൻ പറ്റും അല്ലേ? പാപ്പയ്ക്ക് മുമ്പേ ഹിന്ദി അറിയാവോ? പാപ്പയ്ക്ക് ഹിന്ദി അറിയാം. വർക്ക് ചെയ്യുന്നുണ്ട്, അതാണ് ഹിന്ദി അറിയാം. അപ്പം മോള് ചെറുപ്പം തൊട്ടേ ഹിന്ദി പാട്ടുകൾ ഇങ്ങനെ കേട്ട് പഠിച്ചതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ വലിയ ടെൻഷനൊന്നും ഉണ്ടായിക്കാണില്ല അല്ലേ? എനിക്ക് പാട്ടിൽ വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നു, പക്ഷെ പറയുന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഹിന്ദിയിൽ. പക്ഷെ ഇപ്പോൾ അതൊക്കെ ഓക്കെ ആയി. എനിക്ക് ഹിന്ദിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് പറയാനറിയാം. അവർ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവുമായിരുന്നോ? എനിക്കിപ്പോൾ ഒക്കെ മനസ്സിലാവുന്നുണ്ട്. അവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് പോരുന്ന സമയത്ത് സങ്കടം ഉണ്ടായിരുന്നോ? എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത്ര നന്നായിട്ട് പാടി വന്നതല്ല, അപ്പോൾ ഇച്ചിരി സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഹെൽത്തും ശ്രദ്ധിക്കണം അല്ലേ? ഇതിൽ നല്ല വേദികൾ എന്തായാലും ഇനിയും കിട്ടുമല്ലോ. മോളുടെ ചേച്ചിയും ചേട്ടൻ്റെ വിശേഷങ്ങളും കൂടി പറയും. ചേച്ചി ഇപ്പോൾ ചൈനക്ക് പോവാണ്. ചേട്ടൻ 10th പഠിക്കുന്നത്. ചൈനയിൽ പോകുന്നത് എന്തിനാണ്? മെഡിസിന് വേണ്ടിയിട്ടാണ്. മോക്ക് വലുതാവുമ്പോൾ, ഇപ്പോൾ ചേച്ചി മെഡിസിൻ പഠിക്കാൻ പോകുന്നു, വലുതാവുമ്പോൾ മ്യൂസിക് എന്തായാലും കൂടെ ഉണ്ട്, അല്ലാതെ വേറെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ഇങ്ങനെ പഠിച്ച്? എനിക്കും ഡോക്ടർ പഠിക്കണമെന്ന് ഇഷ്ടം. അതെ, എന്ത് ഡോക്ടർ അവിടെ നിന്ന് ആഗ്രഹം?
അതൊന്നും ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. എനിക്ക് എന്തായാലും Doctor ആയാൽ ഡോക്ടർ ആയാൽ മതി.